ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി കുട്ടി വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ വെങ്ങാനല്ലൂർക്കൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മനോടിനും അഞ്ചേച്ചിയും അജീഷേട്ടനും കൂടിയിട്ട് മായനൂർക്ക് പോകുന്നുണ്ട് പറഞ്ഞു. അവിടെ മനോടിൻ്റെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഓട്ടോയിൽ കയറി പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. മഴ പെയ്തിട്ട് പാടത്തൊക്കെ നിറച്ച് വെള്ളമാണ്. നല്ല രസമുണ്ട്, മൊത്തത്തിലൊരു പച്ചപ്പ് നിറഞ്ഞ് കാണാൻ. അപ്പോൾ നമ്മൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ ശ്രീജിത്തേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ചിലക്കര പോയിട്ട് വരികയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ചേട്ടൻ തന്നെയാണ്. പാലൊക്കെ ഒരുവിധം നിറയാറായിട്ടുണ്ട്. ഇനി നല്ല മഴയാണെങ്കിൽ എന്തെങ്കിലും അറിയും. മുക്കാ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മില്ലിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും അവർ വരികയാണ് ചെയ്തത്. അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ റോട്ടിലത്തെ കാഴ്ചകൾ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി കയറി. ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്നു. മനോടിൻ്റെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് ആളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും ഫുള്ള് വെള്ളം തന്നെ ആയിരിക്കും മഴ പെയ്തതിൻ്റെ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ പഴംപൊരിയും മുട്ട ബജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ആദ്യം തറവാട്ടിലോട്ട് ഇറങ്ങിയത്. അപ്പം മുത്തശ്ശൻ അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുകയായിരുന്നു. അമ്മമ്മ അതിന് ശേഷം കേട്ടോ കഞ്ഞി കുടിക്കുമെന്ന് എനിക്കും കൂടി തന്നിട്ട്. അവിടെ പോയാൽ എന്തായാലും കഴിക്കാണ്ട് അമ്മമ്മ വിടില്ല. എല്ലാ അമ്മമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ എൻ്റെ അമ്മമ്മയ്ക്ക് കുറച്ച് പ്രത്യേകതയാണ്. ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. ഒരാളെ നല്ല എല്ലാവരും അതേ കേട്ടോ. അപ്പോൾ ഞാനും കഞ്ഞി തന്നെയാണ് കുടിച്ചത്. മഴയത്ത് ചൂട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് സാമ്പാറും ഉണ്ടായിരുന്നു. അവിടുന്ന് കഴിച്ചിട്ട് നേരെ മാനവമ്മയോടേക്ക് പോയി. അതിന് മുന്നേ വലിയമ്മയും അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മമ്മ ഒരു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വേശ്യാമ്മയോടേക്ക് പോയി. അവിടെ അമ്മായി ചെറിയൊരു കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ധ്രുവമോളുടെ ഒപ്പം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് നോക്കണേ മോള്? മോളെന്ത് നോക്കണേ? ഒരു ഹലോ പറഞ്ഞ ഹായ്. ഹലോ ഗായ്സ്. ഗായ്സ് ഒന്നും കൂടി പറയൂ. ഹലോ ഗായ്സ്. ഹലോ 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 ഹായ് ഗായ്സ്. ഗായ്സ് ഹലോ ഗായ്സ്. ഹായ് ഗായ്സ്. ഗായ്സ്. അത് കഴിഞ്ഞിട്ട് അവളുടെ കൂടെ കുറച്ച് നേരം കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മൂപ്പര് അവിടെ ഒരു ചന്ദനത്തിൻ്റെ പാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്തിട്ട് വന്നിട്ട് മൊത്തം തലയിൽ കൂട്ടുന്നിട്ട് അത് വൃത്തിയാക്കേണ്ട പണിയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞാനും അഞ്ചേച്ചിയും കൂടി കുറച്ച് നേരം ഇരുന്ന് വർത്താനങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ കാണായിരുന്നു കേട്ടോ. ഞാനും അഞ്ചേച്ചി അമ്മായും കൂടിയിട്ടായിരുന്നു. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവളെ ഉറങ്ങുമായിരുന്നു. മുത്തശ്ശൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ അവിടെ മാമയും ഫ്രണ്ട്സും കൂടിയിട്ട് ഇരുന്ന് വർത്താനം പറയായിരുന്നു. നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും ആലിമ്പാറയുടെ അവിടെ നിന്ന് വെള്ളം പോണ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കത് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. പിന്നെ അതുപോലെ ഐശേട്ടനാണ് കൊണ്ടുവന്നാക്കിയത്. വന്നിട്ടൊരു ചായ കുടിച്ചു. അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അനിച്ചേച്ചി നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഒരു മഴ വരുമ്പോഴേക്കൊപ്പം ഒന്ന് വീടെത്താന്ന് വിചാരിച്ചു. ആലിമ്പാറ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെങ്ങാനല്ലൂരിൽ വന്ന വഴിയാണ്. അപ്പോൾ ഇപ്പം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ അത് കാണാൻ പോവാണ് അല്ലേ മണിക്കുട്ടാ? എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കുട്ടികളാണ് കേട്ടോ. വീണ ചേച്ചിയുടെ പിള്ളേരാണ്. ഇത് ശ്രുതിനും ഇത് നിതിനും. മണിക്കുട്ടൻ എന്ന് വിളിക്കും, കുഞ്ഞു എന്ന് വിളിക്കും അല്ലേ. കുറച്ച് നേരം ആയി. ഉച്ചയ്ക്ക് ശേഷം കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല. അവിടെ ഒരു മയിലും ഉണ്ട്, ഒരു കുറ്റിയുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒപ്പം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കുണ്ടിനെ കുറിച്ചിട്ട്. നമ്മൾ പാലക്കുണ്ടിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേൾക്കണ സൗണ്ട് മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് വെള്ളമില്ല എന്നുള്ളത്. അതിനിറങ്ങണ ഇത് ഇവിടെ ഉള്ളൊരു കുളമാണ് കേട്ടോ. കുഴി എന്നാണ് പറയുക. ഫുൾ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾ പാറയുടെ മുകളിലേക്ക് പോയത് കേട്ടോ. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ താഴ്ത്തു വെച്ചിട്ട് നല്ല കുറവായിരുന്നു. ഇവിടെ ഇപ്പോൾ എപ്പോഴും മയിലിനെ കാണാൻ പറ്റാറുണ്ട് കേട്ടോ പാടത്ത്. വേറെ കുട്ടികൾ അവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അതിൽ കുറച്ച് നേരം കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു. ഇവിടെ ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവാറുണ്ട് ഗായ്സിന്. ഞങ്ങൾ വിചാരിച്ചത്ര വെള്ളമില്ല. പിന്നെ
സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നായി കുറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അധികം മഴ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. ഇവരിവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. മീനിനെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രതീക്ഷിച്ചത്ര വെള്ളമില്ലാത്ത നിരാശയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി തിരിച്ചു വന്നു. പക്ഷേ ഇവരെ അങ്ങോട്ട് കയറ്റിയില്ല കേട്ടോ, നല്ല വഴുക്കലാണ്. അപ്പോൾ അങ്ങോട്ട് കയറ്റണം വിചാരിച്ചു. അതിൻ്റെ വിഷമമുണ്ടോ മണിക്കൂട്ടാ? നല്ല കുണ്ടാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല കുണ്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ലെവല് വെള്ളമാകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. രാവിലെ വെങ്ങാനല്ലൂർക്ക് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ആലിമ്പാറ കാണാൻ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ആലിമ്പാറേനെ കുറിച്ചിട്ട് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ, അതിൻ്റെ ഒപ്പമുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യുമ്പോഴാണ് വെള്ളം ഉണ്ടാവുക, അതുകൊണ്ട് കാണിച്ചു തരാന്നുള്ളത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നുകൂടി വെള്ളം ആവേണ്ടതാണ്. പക്ഷെ സൗണ്ടൊക്കെ വെടിയെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്.